പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി അടക്കം സജീവ SDPI പ്രവർത്തകയാണ്. മുജീബ് റഹ്മാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും SDPI പ്രവർത്തകനാണെന്നുമാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഗോകുൽ, ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം നിർണായക ഘട്ടത്തിലൂടെയാണ് രാജ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയത്. ഈ ഒരു ഘട്ടത്തിലാണ് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയുള്ള ഫോൺ കോൾ വരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രതിയുടെ മൊഴികൾ വളരെയധികം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യമല്ല അടുത്ത നിമിഷം പറയുന്നതെന്ന് പറയുന്നുണ്ട്. മാനസിക വെല്ലുവിളി ഇയാൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലും അത് സംശയപരമാണ്, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം, അല്ലേ? അതെ, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയിട്ട് കോൾ വരുന്ന പശ്ചാത്തലം ആ സമയം ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു. കാരണം ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, രാഘവൻ എന്നാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു ഫോൺ കോൾ. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള എലത്തൂർ സ്വദേശിയായിട്ടുള്ള മുജീബ് റഹ്മാനെ കൊച്ചി ഹാർബർ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇദ്ദേഹം 2021 മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന തരത്തിലൊരു പരാമർശം നടത്തിയത്. അതേസമയം അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ചോദ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാവുന്നില്ല, പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് പറയുന്നത് എന്നാണ്. പിന്നീടാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പഴുതടച്ച അന്വേഷണം ആവശ്യമാണോ എന്നൊരു കാര്യം ഉയർത്തിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പറയുന്ന മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവിന്റെ സഹോദരി 2015 കോഴിക്കോട് കോർപ്പറേഷന്റെ വെള്ളയിൽ വാർഡിൽ നിന്ന് SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. ഇവർക്ക് ഈ മുജീബ് റഹ്മാന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് SDPIയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇദ്ദേഹം ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ ചെറിയ രീതിയിലുള്ള അന്വേഷണം ജനം TVയുടെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നു. പ്രദേശവാസികളുമായി സംസാരിക്കുന്ന സമയത്തും ഇയാൾക്ക് ഈ മുജീബ് റഹ്മാൻ എന്തെങ്കിലും തരത്തിലൊരു മാനസിക വെല്ലുവിളി ഉള്ളതായിട്ട് തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നൊരു മറുപടിയും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് പഴുതടച്ചിട്ടുള്ള അന്വേഷണം വേണമെന്ന ഒരു കാര്യം ഹിന്ദു ഐക്യവേദി മുന്നോട്ടേക്ക് വെക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ പുട്ട വിമലാദിത്യ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല, പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ പറയുന്നു, അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനാലാണ് ഈ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്നും ഇതിന് പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം വേണമെന്നും പറയുന്ന ഒരു കാര്യം പറയുന്നത്. മാത്രമല്ല, ഈ പറയുന്ന മുജീബ് റഹ്മാൻ രാഘവൻ നമ്പൂതിരി എന്ന് പറയുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. ഈ അറസ്റ്റ് ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ഈ സംഭവം വിവാദമായതിനു ശേഷം, INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ വന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം ആ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയതാണ് എന്നൊക്കെ പറയുന്നു. അതായത് മറ്റൊരാളുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ് എന്ന തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഈ മുജീബ് റഹ്മാന്റെ പേരിലുണ്ട്. അതിനാലാണ് ഈ അന്വേഷണം കൂടുതൽ ശക്തമായും ഊർജിതമായും പഴുതടച്ചതുമായ രീതിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. INS വിക്രാന്തുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മുടെ ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നമ്മുടെ അഭിമാനം എന്ന രീതിയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്ത് ഇത്തരത്തിലൊരു ഫോൺ കോൾ വരികയും INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടുകയും ചെയ്യുന്നതാണ് ആശങ്കയുണ്ടാക്കിയിട്ടുള്ളത്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊച്ചി ഹാർബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ എലത്തൂർ സ്വദേശിയായ മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നത്. മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ട് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുന്നത്. 2021 മുതൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് നാട്ടുകാരുമായി ബന്ധപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ മുജീബ് റഹ്മാന്റെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുന്ന സമയത്തോ അദ്ദേഹത്തിന് SDPIയുടെ പശ്ചാത്തലമുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരി SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ SDPI പശ്ചാത്തലമുള്ള ആളാണ് മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇയാൾ വിളിച്ച ഫോൺ കോളിൽ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയും ഇദ്ദേഹത്തിന് മാനസിക വെല്ലുവിളി ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം കൂടുതൽ ശക്തമായി പരിശോധിക്കണം എന്നൊരു ആവശ്യമായി ഹിന്ദു ഐക്യവേദി എന്തായാലും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ശരിവെക്കുകയാണെങ്കിൽ ഈ അന്വേഷണം എന്തായാലും കൂടുതൽ ഊർജിതമായി മുന്നോട്ടേക്ക് പോകുന്നു. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക. ശരി, ഭാരതം പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരിക്കുന്നു. മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി അടക്കം സജീവ SDPI പ്രവർത്തകയാണ്. മുജീബ് റഹ്മാനും SDPI പ്രവർത്തകനാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.